ഓ, എന്ത് രസമാണെന്നറിയോ വിയറ്റ്നാമിലെ ഇതുപോലത്തെ മാർക്കറ്റിൽ കൂടെ നടക്കാനായിട്ട്. എന്ത് വൃത്തിയോടുകൂടിയാണ് അവർ ആ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് ദനാങ്കിലെ നൈറ്റ് മാർക്കറ്റായിട്ടുള്ള സോന്ദ്ര മാർക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സോവനിയേഴ്സ്, ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ട് ഐറ്റംസ്, ക്ലോത്ത്സ്, ഷൂസ്, പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസും കിട്ടും. പക്ഷേ ബാർഗെയിനിങ് മസ്റ്റാണ്, അത് ചെയ്യാതിരിക്കരുത്. പിന്നെ ഒരുപാട് വില പേശിയാൽ അവർ പറയും പൊയ്ക്കോളാനായിട്ട്. അതുകൊണ്ട് ഒരു ലിമിറ്റിൽ ബാർഗെയിൻ ചെയ്യാം. ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പണി കിട്ടാവുന്നത് കുറവാണ്. കാരണം അത്രയ്ക്കും നല്ല വൃത്തിയോടുകൂടിയാണ് അവരത് ഉണ്ടാക്കുന്നത്. ഞാനിത് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ക്രെപ്പാണ്. ഈ ക്രെപ്പിൻ്റെ ഉള്ളിൽ പല ഫ്രൂട്ട്സ് വെച്ചിട്ടുമുണ്ട്, പ്ലസ് ചോക്ലേറ്റ്, ക്രീം എല്ലാം വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ മാംഗോ വെച്ചിട്ടാണ്. വിയറ്റ്നാമിൻ്റെ മാംഗോയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അധികം മധുരമൊന്നുമില്ലാതെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ മാംഗോ ഫില്ലിംഗ് തന്നെ വേണമെന്ന് വരുന്നത്. ആൻഡ് അത് അടിപൊളിയായിരുന്നു. അകത്തുള്ള ആ മാംഗോയും ആ ഒരു സോസും കൂടെ അവരിട്ടപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു ആ ക്രെപ്പിനുണ്ടായിരുന്നത്. വിയറ്റ്നാമീസ് ഡോങ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആണ്. ചിലപ്പോൾ 1 മില്യനും 100,000 തമ്മിലൊക്കെ നമുക്ക് വ്യത്യാസം മനസ്സിലാവാതെ ചിലപ്പോൾ 100,000 പകരം 1 മില്യൺ കൊടുക്കും. പക്ഷേ അവിടുത്തെ ആൾക്കാർ നല്ലതായതുകൊണ്ട് അവർ പറയും യു ഹാവ് ഗിവൺ മോർ, നോട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളുടെ ആ കറക്റ്റ് കറൻസി എടുക്കും. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ എൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങളിവിടെ കാണുന്നത്. പിന്നെ മാങ്ങ കണ്ടപ്പോൾ പിന്നെയും എനിക്ക് കൺട്രോളില്ല. അങ്ങനെ ഞാൻ മാങ്ങ പിന്നെയും മേടിച്ചു. ഞങ്ങൾ പോയ സമയം നല്ലൊരു വെതറായിരുന്നു. ഈ മഴ വരാൻ പോകുന്നതിന് മുമ്പുള്ളൊരു കൂൾ ക്ലൈമറ്റും പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഒരു ആംബിയൻസൊക്കെ ആയിട്ടൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ വിയറ്റ്നാമീസ് കൂടുതലും ബീഫ്, പോർക്ക്, പിന്നെ സീ ഫുഡ് ആണ് കൂടുതലും കഴിക്കുന്നത്. ചിക്കൻ ഓപ്ഷൻ വരെ അവരുടെ ഇതിൽ കുറവാണുള്ളത്. ഇവിടെ വെജുകാർക്ക് വീഗൻ ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഫ്രഷ് ജ്യൂസ് സ്റ്റോൾസും ഉണ്ട്. പക്ഷേ ഇത് എനിക്കൊരു തട്ടിപ്പായിട്ടാണ് തോന്നുന്നത്. ജ്യൂസ് വെറും കുറവും കൂടുതൽ ഐസും ഇട്ടാണ് അവർ നമുക്ക് തരുന്നത്. ഇതാണ് കേട്ടോ വിയറ്റ്നാമീസ് ബാൻസിയോ. ഇത് ഒരു നോൺ വെജ് ഐറ്റമാണ്. ആ റൈസ് പേപ്പറില്ല, തിൻ ലെയർഡ് റൈസ് പേപ്പറിൻ്റെ ഉള്ളിൽ ഈ ക്രിസ്പി ക്രെപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറേ വെജിറ്റബിൾസും വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് ഒരു സ്പ്രിങ് റോൾ പരുവത്തിലാക്കി കഴിക്കണം. നിങ്ങൾക്കറിയോ വിയറ്റ്നാമിൽ ഒബീസിറ്റിയുടെ റേറ്റ് വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം അവരുടെ ട്രഡീഷണൽ ഫുഡിൽ അവർ കൂടുതലും ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസ്, ഹെർബ്സ്, സൂപ്പ്, ലീൻ പ്രോട്ടീൻ അതൊക്കെയാണ്. പിന്നെ അവരുടെ പോർഷൻസും വളരെ കുറവാണ്. ദെൻ ദേ എക്സസൈസ് എ ലോട്ട്. അവർ വാക്ക് ചെയ്യും, സൈക്ലിംഗ് ചെയ്യും. അതുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് വണ്ണം അധികം ഇല്ലാത്തത്. ഈ ഗ്രിൽഡ് പോംഫ്രെറ്റും ആ ജംബോ പ്രോൺസും ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ എന്താ ഈ ഗ്ലൗസ് ഇട്ട് കഴിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഫോർക്കും സ്പൂണൊന്നും ഇല്ലായിരുന്നു ഗായ്സ്. ആകെ തന്നത് ചോപ്സ്റ്റിക്കായിരുന്നു. പിന്നെ ശരിക്കും കഴിക്കാൻ പറ്റിയത് കൈവച്ച് ആയതുകൊണ്ട് ഞങ്ങൾ ഗ്ലൗസ് ചോദിച്ചു. അങ്ങനെ അത് വെച്ച് കഴിക്കുമോ. അപ്പോൾ നിങ്ങൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ സോന്ദ്ര മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ.